മലപ്പുറം ആദവനാട് നടന്ന അപകടം നാടിനെ ആകെ സങ്കടത്തിലാഴ്ത്തിയതായിരുന്നു. അപകടം നേരിട്ട് കണ്ടതിന്റെ ആഘാതത്തിലാണ് പ്രദേശവാസിയായ സഫറുന്നീസ മാതൃഭൂമി ന്യൂസിനോട് ആ അനുഭവം പങ്കുവച്ചു. നാടിനെ ആശങ്കയിലാക്കിയ ഒരു അപകടവും തുടർന്നുള്ള ഊർജിതമായ രക്ഷാപ്രവർത്തനവും തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ ആദവനാട് കണ്ടത്. അപ്പോൾ അത് ആദ്യം ഈ അപകടം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയായിരുന്നു ഈ ഒരു സംഭവം? വണ്ടി മേലെന്ന് തന്നെ അവരെ ടയറൊക്കെ പൊയ്ക്കണ്, അവര് അവിടെ തന്നെ ചീറി പൊളിക്കണുണ്ട്. ഞങ്ങളെ രക്ഷിക്കുക പറഞ്ഞ് പൊളിക്കണുണ്ട്. അപ്പോൾ ഒരു വള്ളത്തേക്ക് ചാടുന്ന ഒച്ചയും കേട്ട് അപ്പം വണ്ടി ചെന്നപ്പോൾ ഒരാൾ കുറേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പൊന്തിയപ്പോൾ അവനോട് ചോദിച്ചു എങ്ങനെ ചാടിയതാണെന്ന്. വണ്ടി ചാടിയിക്കണ്, ഒരാളും കൂടി ഉണ്ട്, അവനെ കാണാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓന് കുറേ നേരം ഞങ്ങളവിടെ കാത്തുന്ന മണിക്കൂർ നേരം. പിന്നെ അവൻ്റെ ഊരോട് പിന്നെ അവനക്ക് സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഓനെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. പിന്നെ കുറേ വെയിറ്റ് ചെയ്ത് കയറും എന്ന് വിചാരിച്ചിട്ട് പിന്നെ വണ്ടി തീരെയും കണ്ടില്ല, ആളെയും കണ്ടില്ല. അതിന്റെ സംഭവം ഉണ്ടായത്. പെട്ടെന്ന് അവര് രക്ഷിക്കേന്ന് പറഞ്ഞ് കരഞ്ഞിട്ടാണ് മേലെന്ന് വരുന്നത്. എന്താണ് ഈ വണ്ടിക്ക് പെട്ടെന്ന് സംഭവിച്ചത്? ടയർ പൊട്ടിയതാണ്. ടയർ പൊട്ടിയ ഒച്ച ഞങ്ങൾ കേട്ട്. അതന്നെ ടയർ പൊട്ടിയ ഒച്ച കേട്ടും ചെയ്ത് കൃത്യം 1 മണിക്കാണ്. ജുമാന്റെ നേരമാണ്, ആരും ഇല്ലേനും. വേലയുടെ 2 ആൾക്കാരുണ്ട് അവിടെ. ഇവിടെ 2 ആൾക്കാരെന്നപ്പോൾ അവർ വണ്ടി ചെന്ന് അവരെ വിളിച്ചതുകൊണ്ട് അവർ ഇറങ്ങി. അവർക്കും രക്ഷിക്കാൻ പറ്റിയില്ല. ജീവുള്ള ആളെ അവർ രക്ഷിച്ച് മേലേക്ക് കയറ്റി. നേരത്തെ അപ്പം തന്നെ ആ ഡ്രൈവർ പുറത്തേക്ക് ചാടിയല്ലേ? ഡ്രൈവർ പുറത്തേക്ക് ചാടിയിട്ടാണ് വള്ളത്തിൽ നിന്ന് മുങ്ങി അവന് കരക്കത്തേക്ക് കയറി നിന്നത്. ലോറി പൂർണ്ണമായി വെള്ളത്തിൽ താന്നു പറ്റും. ലോറി കാണാൻ തന്നെ ഇല്ല. ലോറി തീരെ ഒരാൾക്ക് ചെന്നാലും കാണൂല. ഒച്ച കേട്ടതുകൊണ്ടാണ് അവരതിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞു. ഒച്ച കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഈ ഒച്ച ഈ ചീറലും കേട്ടതുകൊണ്ടാണ് ആ ലോറിയാണ് എനിക്ക് വീണത് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. വല്ലാതെ ഒരു മരവിപ്പും നടുക്കുമായി പോയി. അതന്നെ ഉണ്ടായത്. പിന്നെ അവനക്കും തന്നെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. എന്താ ഏതാണെന്നൊന്നും. എന്നാലും ഞാൻ ഓനോട് ചോദിച്ച് വേറെ ആരെങ്കിലും ഉണ്ടല്ല, അവനെന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്ത് ആ നടുക്കുന്ന ഓർമ്മകൾ തന്നെയാണ് അവർ പങ്കുവെച്ചത്. നേരിട്ട് അപകടം കണ്ടതിന്റെ ഒരു മരവിപ്പ് ഇനിയും വിട്ടുപോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.